نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون ഏറെ സ്നേഹമുള്ള വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒരുപാട് പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ചില ആളുകൾ ഓരോ ദിവസവും കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റു ചിലർ നന്മകൾ ചെയ്യുമെങ്കിലും അത്ര വല്ല ഗൗരവത്തിലൊന്നും എടുക്കാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്നവർ. മറ്റു ചിലർ വളരെ അത്യാവശ്യം, വളരെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നും വിചാരിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രഭാതം മുതൽ പ്രദോഷം വരെ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് നന്മകളുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒരു ദിവസങ്ങൾ എത്രമാത്രം യാത്രകൾ ചെയ്യാറുണ്ട്.
ആ യാത്രകൾക്കിടയിൽ പോലും നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള മാർഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നന്മകൾ വർദ്ധിപ്പിക്കുന്നതനുസരിച്ചുകൊണ്ട് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ, ആ ജോലികൾക്കിടയിൽ തന്നെ നമുക്ക് ജോലി ഇല്ലാത്ത സമയങ്ങൾ, വെറുതെ ഇരിക്കുന്ന സമയങ്ങളുണ്ടാകും. ആ സമയങ്ങളിലും നമുക്ക് നന്മ ചെയ്യാൻ ഒരു അവസരമാണ്. അതേപോലെ തന്നെയാണ് നാം നിർബന്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫർള് നിസ്കാരം. അതിന് പുറമെ സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങൾ, റമദാൻ മാസത്തിലെ നിർബന്ധമായ നോമ്പിന് പുറമെ അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്തായ നോമ്പുകൾ, പണം ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഹജ്ജ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയ ഔദാര്യമായ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഒരൊറ്റ ചോദ്യമാണ്, എന്തിനാണ് നാം ഇതൊക്കെ ചെയ്യുന്നത്? എത്രയോ ആളുകൾ നന്മ ചെയ്യാതെ ജീവിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ നിസ്കരിക്കാതെ നോമ്പനുഷ്ഠിക്കാതെ ജീവിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ സമ്പത്തുണ്ടായിട്ടും ആ സമ്പത്ത് ചെലവഴിക്കാത്ത ആളുകളുണ്ട്. പക്ഷെ നമുക്കിതൊക്കെ ഉണ്ടായിട്ടും ചെലവഴിക്കുമ്പോഴും കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗമല്ലാത്തൊരു മറ്റൊരു ലക്ഷ്യം ഏത് കർമ്മങ്ങൾ നന്മ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുവാൻ പാടുള്ളതല്ല. സ്വർഗത്തിൽ പോകണമെന്നും ഈ നന്മയിലൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയായിരിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിത്തീരേണ്ടത്. പക്ഷെ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. വിശ്വാസിയുടെ അടയാളത്തെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. ഒന്നാമത്തെ അലാമത്ത് പറഞ്ഞത്, അവർ അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത്, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുമായിരുന്നു. അവർക്ക് വല്ലാത്തൊരു പേടിയുണ്ടാകും. എന്തേ കാരണം? ഞാൻ ഇന്ന തിന്മകൾ ചെയ്യുന്ന സമയത്ത് എന്റെ റബ്ബ് അത് കാണും, അതിലൂടെ ഞാൻ ശിക്ഷയ്ക്ക് കാരണമായി തീരും എന്നുള്ളൊരു ഭയം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരും. രണ്ടാമത് പറഞ്ഞത്, വല്ലദീനഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. അല്ലാഹുവിന്റെ ആയത്തിൽ അവർ വിശ്വസിക്കുന്നവരാണ്. അല്ലാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, അത് ഹക്കാണ്, അത് ഞാൻ വിശ്വസിച്ചേ മതിയാകും എന്ന് തീരുമാനിക്കുന്നവനാണ്. മൂന്നാമത്തെ അലാമത്ത് പറഞ്ഞത്, വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അല്ലാഹു യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവരാണ്. ജീവിതത്തിൽ അവൻ അല്ലാഹു അല്ലാത്തവരോട് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകൂല. തന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, തന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, തന്റെ റബ്ബിനോട് മാത്രമേ സഹായം തേടുകയുള്ളൂ. അതാണ് അവന്റെ വിശ്വാസം. ഇതാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ അലാമത്ത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. ഇവരുടെ കർമ്മമാണ് അല്ലാഹു സ്വീകരിക്കുക. ഇവരുടെ നമസ്കാരം, ഇവരുടെ നോമ്പ്, ഇവരുടെ ഹജ്ജ്, ഇവരുടെ ദാനധർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമെന്ന്, വിശ്വാസം നന്നായി തീരണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ആലോചിച്ച് നോക്കിയ സഹോദരന്മാരെ, പരിശുദ്ധ ഹജ്ജിന് വേണ്ടി നാട്ടിൽ നിന്ന് മൈലുകൾ യാത്ര ചെയ്തുകൊണ്ട് പരിശുദ്ധ കഅബാലയത്തിൽ പോയി അവിടെ വെച്ചുകൊണ്ട് ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയിൽ
അല്ലാഹു അല്ലാത്തവരോട് നേർച്ചർപ്പിക്കാൻ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പല സ്ഥലങ്ങളിലും സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. അവിടെ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹു നിനക്ക് യാതൊരു പങ്കാളിയുമില്ല എന്നാണ്. ഈ തൗഹീദിന്റെ വചനങ്ങൾ ഉച്ചരിച്ച് ഹജ്ജ് ചെയ്ത് തിരിച്ചു നാട്ടിലേക്ക് എത്തിയ സമയത്ത് വീണ്ടും ശിർക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാർ, ഇത്തരം ആളുകളുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഒരു യജമാനൻ ഒരു ജോലിക്ക് വേണ്ടി ഏൽപ്പിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ജോലികളൊക്കെ നീ ചെയ്യണം. എന്നിട്ട് നമുക്ക് അർഹമായിട്ടുള്ള ശമ്പളങ്ങൾ നമുക്ക് നൽകുന്നില്ലെങ്കിൽ എത്രമാത്രം വേദനകൾ നമ്മുടെ മനസ്സിലുണ്ടായിത്തീരും. ഇതുപോലെ ജീവിതത്തിൽ നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തും ദാനധർമ്മങ്ങളും നന്മകളും ഉണ്ടായിട്ട് അവസാനം അവന്റെ കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടത്തിലായിരിക്കും. സഹോദരന്മാരെ, ആ മനുഷ്യൻ ഉണ്ടായിത്തീരുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണം ഒരു മനുഷ്യനുണ്ട്, പക്ഷേ പണമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ചെലവഴിക്കാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. എത്രയോ മനുഷ്യരുണ്ട്, സമ്പത്തുള്ള എത്രയോ മനുഷ്യരുണ്ട്. അവരെക്കാളും കൂടുതൽ സമ്പത്ത് കുറഞ്ഞവർ ചെലവഴിക്കുന്നവരെ കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, സമ്പത്തുണ്ടായി എന്നുള്ളത് കൊണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. മറിച്ച് അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൂടി ഉണ്ടായിത്തീരണം. അള്ളാഹുവിന്റെ തൗഫീഖ് കൂടി ഉണ്ടായിത്തീരണം. ഒരു വിഭാഗം ആളുകളെ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സുഹൈബ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിച്ചു. വമിനൻ നാസി മൻ യശ്തരി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹു പറഞ്ഞു, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ അവരുടെ ജീവിതം തന്നെ അല്ലാഹുവിന് വേണ്ടി വിറ്റവരാണ്. ദുനിയാവല്ല അവർ ആഗ്രഹിച്ചത്. ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത് ഇത് സുഹൈബ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ ആയത്താണെന്നാണ്. എന്തേ കാരണം? സുഹൈബ് റളിയല്ലാഹു പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ആ ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ അവിടെ തടഞ്ഞു. സുഹൈബ് റളിയല്ലാഹുവിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, സുഹൈബേ, നീ ഇവിടെ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ഒരു കാര്യമുണ്ട്. നീ ഇവിടെ നിന്നാണ് വളർന്നത്, നീ സമ്പാദിച്ചത് ഇവിടെ നിന്നാണ്, നീ എല്ലാം ഉണ്ടാക്കിയത് ഇവിടെ നിന്നാണ്. നിന്റെ സമ്പത്തൊന്നും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് പോലും സുഹൈബ് റളിയല്ലാഹു അവരോട് പറഞ്ഞിരിക്കുന്നത്, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇട്ട ഡ്രസ്സോട് കൂടി മദീനയിലേക്ക് ഹിജ്റ പോയിക്കൊള്ളാം എന്നാണ് ദുനിയാവല്ല ആഗ്രഹിച്ചിരുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ, പണമുണ്ട് എന്നുള്ളത് കൊണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ അത് അല്ലാഹുവിന്റെ തൗഫീഖും വേണം. ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ സഹോദരന്മാരെ അങ്ങനെ സാധിക്കുകയുള്ളൂ എന്ന് ഈ ചരിത്രം നമ്മളെ എന്ത് ചെയ്ത് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഖുർആനിൽ ചില ആളുകളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവരെത്ര നന്മ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. അവർ ഹജ്ജ് ചെയ്താലും സകാത്ത് കൊടുത്താലും നന്മകൾ ചെയ്താലും നിസ്കരിച്ചാലും ദാനധർമ്മം ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തില്ല, അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. അതിലൊന്നാമത്തെ കാര്യം സഹോദരന്മാരെ ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. ഒരു മനുഷ്യൻ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച അർപ്പിക്കുകയാണെങ്കിൽ അവൻ എന്ത് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തില്ല, അത് സ്വീകരിക്കൂല എന്നാണ്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്മാരോട് പോലും അല്ലാഹു പറഞ്ഞത്, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. നിങ്ങളെങ്ങാനും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു അല്ലാത്തവരോട് ശിർക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും നിഷ്ഫലമായി പോവുക തന്നെ ചെയ്യും. എന്നിട്ടും വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു കൊണ്ടും ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യം സ്വർഗ്ഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്രിക ലഇൻ അശ്റക്ത ലയഹ്ബതൻ അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകനോട് പറയാണ്, നീ എങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ
നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോകുന്ന ഒരു പ്രവാചകനോട് അങ്ങനെ പറയണമെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഈ ആയത്തിന്റെ ഗൗരവം എത്രമാത്രമാണ്. നമ്മളെപ്പോലെയുള്ള ആളുകൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നാം ചെയ്തിരിക്കുന്ന ഒരു കർമ്മങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. സഹോദരന്മാരെ, നാളെ പരലോകത്ത് നരകത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കാതിരിക്കുക കാരണമായി തീരുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം സഹോദരന്മാരെ, റിയാ ആണ്. നാം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർ കാണണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നവരുണ്ട്, അല്ലേ? അങ്ങനെയുണ്ട് ചില ആളുകൾ. നാം ഒരു കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് അത് ആരെങ്കിലും രണ്ടാളുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നാലാളുകൾ കണ്ടാൽ എന്താണ്? മനസ്സിനൊരു സമാധാനമാണ്. ഞാൻ ചെയ്യുന്നത് കണ്ടല്ലോ എന്നുള്ള ചിന്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അഖാഫു മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. റസൂൽ പറഞ്ഞു, നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചെറിയ ശിർക്കാണെന്നാണ്. ചെറിയ ശിർക്ക് ഏതാണ് എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിയാ എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ. നമ്മൾ എത്ര ചെറിയ നന്മയാണെങ്കിലും ശരി, ആ നന്മ ചെയ്യുന്ന സമയത്ത് എന്റെ റബ്ബ് കണ്ടാൽ മതി, അതിന്റെ കൂടെ മറ്റുള്ളവർ കണ്ടു എന്നുള്ളത് കൊണ്ട് പ്രശ്നമല്ല. പക്ഷെ എന്ത് ചെയ്യരുത്? നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങൾ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല സഹോദരന്മാരെ. വിശുദ്ധ ഖുർആൻ മുനാഫിക്കിന്റെ അടയാളങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞു, വൈദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ ഖുസാലാ. അവർ നിസ്കാരത്തിന് മടിയന്മാരായിട്ടാണ് വരിക എന്നാണ് മുനാഫിക്കുകളെ കുറിച്ചിട്ട്. അവർ നിസ്കരിക്കില്ല എന്നല്ലല്ലോ പറഞ്ഞത്. നിസ്കാരത്തിന് വേണ്ടി വരുന്ന സമയത്ത് അവർ മടിയന്മാരായിട്ടാണ് എന്ത് ചെയ്യാം? നിസ്കാരത്തിന് വേണ്ടി വരിക. രണ്ടാമത് പറഞ്ഞത് യുറാഊനന്നാസ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അവർ നിസ്കരിക്കുന്നത്. ഞാൻ നല്ല നിസ്കാരക്കാരനാണ് എന്ന് വിചാരിക്കാൻ വേണ്ടി അവർ എന്ത് നിസ്കരിക്കും? വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവർ നിസ്കാരത്തിൽ എന്താണ്? നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയങ്ങളിൽ ആണെങ്കിലും ഒക്കെ അവർ അള്ളാഹുവിനെ കുറച്ച് ഓർക്കും. അവരാരാണെന്ന് പറഞ്ഞത്? അവർ മുനാഫിക്കാണെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഈ കൂട്ടത്തിൽ പറഞ്ഞ വിഷയം എന്താണെന്ന് അറിയോ സഹോദരന്മാരെ? യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. ജനങ്ങളെ കാണിക്കല്ലേ? മുൻഗാമികളായിട്ടുള്ള ചില ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെന്താ ഈ ഖുർആൻ മടക്കി വെക്കുന്ന? എന്തുകൊണ്ടാണെന്നറിയോ? അവർക്കൊരു പേടി. അതിന് മടക്കി വെക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പള്ളിയിൽ ഖുർആൻ ഓതരുതെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എന്താണ്? അവരുടെ മനസ്സിൽ പേടി. ഞാൻ ഈ ഓതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവന്റെ മനസ്സ് അവൻ തോന്നിപ്പോകും എന്നെ കുറിച്ചിട്ട്, ഞാൻ ഭയങ്കര ഓത്തിന്റെ ആളാണ്, ഞാൻ ഭയങ്കര ഖുർആനിന്റെ ആളാണ് എന്ന് തോന്നിപ്പോകും എന്ന് പേടിച്ച് അവരെന്ത് ചെയ്യും? മാറി നിൽക്കുന്നു. അത്രമാത്രം സൂക്ഷ്മതകൾ അവർ പാലിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് 3 വിഭാഗം ആളുകളെ പടച്ചു കൊണ്ടുവരുന്ന 3 വിഭാഗം ആളുകളെ. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സഹോദരന്മാരെ. 3 വിഭാഗം ആളുകളെ കൊണ്ടുവന്നിട്ട് ആ കൂട്ടത്തിൽ ആദ്യം വരുന്നത് ആരാന്നറിയോ? രക്തസാക്ഷികളാണ്. രക്തസാക്ഷിത്വം വഹിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്? സ്വർഗ്ഗമല്ലാതെ വേറൊന്നുമില്ല. അള്ളാഹിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിട്ടുള്ള ആളുകൾക്ക് എന്താണ്? സ്വർഗ്ഗാണ്. അവർക്ക് വലിയ പദവികളും ഉണ്ടെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവരെ പരലോകത്തും തെയ്യും ഹാജരാക്കുന്ന രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് അവരോട് ചോദിക്കും, നീ എന്തിന്റെ പേരിലാണോ രക്തസാക്ഷിയായത്? അവർ പറയും, അല്ലാഹുവേ, നിന്റെ പൊരുത്തമല്ലാതെ ഞങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല, നിന്റെ മാർഗത്തിലാണ് രക്തസാക്ഷിത്വമായത്, നിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ പണിയെടുത്തത്. അപ്പോൾ അല്ലാഹു പറയുകയാണ്, നീ കളവാണ് പറയുന്നത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അവന്റെ മനസ്സിൽ കുറച്ചുണ്ടായിരുന്നതാണ് ഞാൻ ഭയങ്കര ധീരനാണ് എന്നുള്ളത്. അത് ആരറിഞ്ഞു? അള്ളാഹു അറിയുന്നുണ്ടെന്നാണ്. എന്നിട്ട് അള്ളാഹു പറയും, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ ഈ റിയായുള്ള മനുഷ്യനോട് പറയുന്ന എന്താണ്? നീ നരകത്തിലാണെന്ന. എന്തേ കാരണം എന്നറിയോ? മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി പണിയെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ വിഭാഗം ആളാരെ കൊണ്ടുവരാന്നറിയോ സഹോദരന്മാരെ? ധർമ്മിഷ്ഠനായ മനുഷ്യൻ. ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അള്ളാഹു ചോദിക്കുന്നതാണ്, നിനക്കൊരുപാട് സമ്പത്തുണ്ടായിരുന്നു, നീ എന്തിനു വേണ്ടിയാണോ ചെലവഴിച്ചത് എന്ന് ചോദിക്കും.
ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ, ഞാൻ എന്റെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു, എത്രയോ വീടുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു, എത്രയോ പാവപ്പെട്ടവരെ ഞാൻ സഹായിച്ചിരുന്നു. അപ്പോൾ അല്ലാഹു പറയും, നീ കളവാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയട്ടെ, നമ്മളൊക്കെ എത്രയോ മനുഷ്യനെ കാണാറുണ്ടല്ലോ, സമ്പത്ത് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, എത്രയോ പാവപ്പെട്ട മനുഷ്യരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ. അല്ലാഹു പറയും, നീ കളവാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? അവന്റെ മനസ്സിലുണ്ടായിരുന്നു, എനിക്ക് ധനമുണ്ടായി, ഞാൻ പാവപ്പെട്ടവനെ സഹായിച്ചത് ആളുകൾ മനസ്സിലാക്കട്ടെ എന്ന്. പക്ഷേ ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ അവന്റെ മനസ്സിൽ അത് ഉണ്ടായിട്ടുണ്ടാകും. ആ കാരണങ്ങൾ കൊണ്ട്, ആ റിയാ കൊണ്ട്, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്ത കാരണം കൊണ്ട് ആ മനുഷ്യൻ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ് സഹോദരന്മാരെ. മൂന്നാമത്തെ വിഭാഗം ഏതാണെന്നറിയോ? ആലിമാണ്, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ്. പണ്ഡിതന്മാരോടും ചോദിക്കുമെന്നാണ്, നീ നിന്റെ ഇൽമ്, നീ നിന്റെ അറിവ് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ, ആലിമായ മനുഷ്യൻ എന്താണ്? അല്ലാഹുവേ, ഞാൻ ഒരുപാട് ആളുകൾക്ക് നിന്റെ മതത്തെ പറഞ്ഞു കൊടുത്തിരുന്നു, നിന്റെ പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു, ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ കളവാണ് പറയുന്നത്, നീ കളവാണ് പറയുന്നത്. കാരണം എന്താണ്? നീ പഠിപ്പിച്ചു കൊടുത്തത് നിന്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹമുണ്ടായിരുന്നു, നീ ഒരു വലിയൊരു പണ്ഡിതനാണെന്ന് പറയാൻ, ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന്, അള്ളാഹു സ്വീകരിക്കപ്പെടാതെ കാരണം കൊണ്ട് അവൻ നരകത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ് സഹോദരന്മാരെ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം എന്താണെന്നറിയോ? നാം ചെയ്യുന്ന എത്ര ചെറിയ വലിയ കാര്യങ്ങളായിരുന്നാലും ശരി, മറ്റുള്ളവരെ കാണാൻ വേണ്ടി ഒരു പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യരുത്. മറ്റുള്ളവരെ കണ്ടോട്ടെ, പക്ഷെ ആ നീയത്ത് നമുക്കുണ്ടെങ്കിൽ അതെല്ലാം ബാത്തിലായി പോരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലാ യുറായി ഫഖദ് അശ്റക വമൻ സാമ യുറായി ഫഖദ് അശ്റക വമൻ തസദ്ദഖ യുറായി ഫഖദ് അശ്റക. ആരെങ്കിലും കാണാൻ വേണ്ടി ഒരാൾ നിസ്കരിച്ചാൽ, ഒരാള് നോമ്പനുഷ്ഠിച്ചാൽ, ഒരാള് സ്വതക്ക ചെയ്താൽ അവന്റെ കാര്യങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ലെന്ന്, അവൻ ശിർക്ക് ചെയ്തവനെ പോലെയാണെന്ന് പഠിപ്പിച്ചത്. നമ്മൾ ആലോചിക്കണം, ഏതാണ് ചെറിയ ശിർക്കിൽ പെടുന്ന പറഞ്ഞതിന്റെ അർത്ഥം? വലിയ ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരം ആളുകളുടെ കർമ്മങ്ങൾ അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടുകയില്ല. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ് സഹോദരന്മാരെ? പരലോകത്തെ നിഷേധിക്കുന്ന ആളാണ്. ഈമാൻ കാര്യത്തിൽ അഞ്ചാമത്തെ കാര്യങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടാണ് പരലോകത്തെ വിശ്വാസത്തെ കുറിച്ചിട്ടാണ്. വിശ്വാസത്തിന്റെ പൂർണ്ണത ഉണ്ടായിത്തീരണമെങ്കിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും നമ്മൾ അതിനെ വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖബർ ജീവിതം അത് ഹഖാണ്, ഖബറിന് രക്ഷയും ശിക്ഷയും ഉണ്ട് എന്ന് ഇപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഷയം എന്താ വെച്ചാൽ ഖബർ ജീവിതമുണ്ട്, പക്ഷെ അവിടെ എന്തില്ല, ശിക്ഷയില്ല എന്നാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണ് സഹോദരന്മാരെ. സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ദുനിയാവിലൂടെ സുഖമായി ജീവിച്ചോ, നിങ്ങൾ ദുനിയാവിൽ സുഖമായി ജീവിച്ചോ, ഖബറിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴാം ആകാശത്തിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയം എന്താണ്? ഖബറിൽ രക്ഷയും ശിക്ഷയും ഉണ്ടെന്നാണ്. ഇതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇത് വിശ്വസിക്കാത്തവൻ എങ്ങനെ വിശ്വാസിയായി തീരും സഹോദരന്മാരെ? പരലോകത്തെ വിശ്വസിക്കാത്ത ആളുകൾ, ചില ആളുകൾക്ക് പറയുന്ന വിഷയം എന്താണ്? ഇവിടെയാണ് അവരുടെ സ്വർഗ്ഗവും നരകവും, ഇവിടെ നന്മയോടുകൂടി ജീവിക്കാം, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ഇന്ന് നിയമങ്ങളൊന്നുമില്ല, അവനവന്റെ ഇഷ്ടം പോലെ ജീവിക്കാം, പരലോകത്ത് അങ്ങനെ സ്വർഗ്ഗം നരകുന്നില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളിലെ സഹോദരന്മാരെ. ആര്? മുസ്ലിം തറവാട്ടിൽ വളർന്നു വന്നിട്ടുള്ള ആളുകൾ തന്നെ പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പരലോകത്തിലുള്ള വിശ്വാസികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന കദ്ദബൂ ബിആയാതിനാ വലിഖാഇൽ ആഖിറതി ഹബിതത് അഅമാലഹും. അവരെന്ത് ചെയ്യാണ്? നമ്മുടെ ദൃഷ്ടാന്തത്തിൽ എന്ത് ചെയ്യാണ്? അവിശ്വസിക്കുകയാണ്, കളവാക്കാണ്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. സഹോദരന്മാർ, നമ്മൾ ആലോചിച്ചോക്കട്ടെ, നമ്മുടെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് എത്രയേ ഉള്ളൂ. ഇത് ആര് പഠിപ്പിച്ചെന്നതാ? അള്ളാഹു പഠിപ്പിച്ചെന്നല്ലേ. അള്ളാഹു പഠിപ്പിച്ച ഒരു കാര്യം കേവലമായ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എനിക്കതൊന്നുമില്ല, അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു അഹങ്കാരമല്ലേ ചെയ്യുന്നതവർ.
അള്ളാഹുവിന്റെ ആയത്തെ നിഷേധിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവില്ല സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച വിഷയമാണ്. നാലാമത്തെ കാര്യം സഹോദരന്മാരെ, വേദഗ്രന്ഥങ്ങളോടുള്ള പുച്ഛമായ മനോഭാവം. മനസ്സിലായില്ലേ? നമ്മൾ ആലോചിക്കുക, ഖുർആനുമായിട്ടുള്ള നല്ലൊരു അടുപ്പുണ്ടാവണം. സോഷ്യൽ മീഡിയകൾ കൂടുന്നതനുസരിച്ച് എന്താ വെച്ചാൽ ഖുർആനുമായിട്ട് നമ്മൾ വല്ലാതെ അകന്നു പോയിട്ടുണ്ട്. ഉറപ്പാണ്, യാതൊരു സംശയമില്ല. പഴയ ആളുകൾ നോക്കിയട്ടെ, അവർ എത്രമാത്രം ഖുർആനുമായി അടുത്തിട്ടതാണ്, അവർ എത്ര പ്രാവശ്യം ഖുർആൻ ഓതിത്തീർന്നവരാണ്. നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ സഹോദരന്മാരെ? ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കെന്താണ് പല ന്യായീകരണങ്ങളുമാണ്. നമുക്കതിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല, നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. ഇനി ഒരു കല്യാണത്തിന് വേണ്ടിയാണെങ്കിലോ 4-5 മണിക്കൂർ അവിടെ വെറുതെ കസേരയിലിരിക്കാൻ എന്താണ് നമുക്ക് സമയമുണ്ട്. അങ്ങാടിയിൽ പോയിരിക്കാൻ നമുക്ക് സമയമുണ്ട്, ഷോപ്പിങ്ങിന് പോകാൻ നമുക്ക് സമയമുണ്ട്. പക്ഷെ ഒരു ഖുർആൻ പഠിക്കാൻ, ഖുർആൻ നമ്മൾ ആലോചിക്കുക സഹോദരന്മാരെ, ഇത്രയും ആളുകൾ നമ്മൾ ഇരുന്നിട്ടുണ്ടല്ലോ. ഇന്നത്തെ പ്രഭാതം മുതൽ ഈ സമയം വരെ ഒരു ആയത്ത് നമ്മൾ പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ചുകൊണ്ട് ഓതിയിട്ടുണ്ടോ എന്നുള്ളത്, ഓതിയിട്ടില്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു നഷ്ടം വേറെന്താണുള്ളത് സഹോദരന്മാരെ? അതേപോലെ തന്നെയാണ് സുന്നത്തിനോടുള്ള ഒരു പുച്ഛമായ മനോഭാവം. അത് സുന്നത്തല്ലേ എന്നാ ആളുകൾ പറയുന്നതാണ്, അത് സുന്നത്തല്ലേ. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ വലത്തേ കൈ കൊണ്ടതിനെ കുടിക്കുകയും തിന്നുകയും ചെയ്യണം എന്നാണ്. നമ്മൾ തിന്നൽ എന്താണ്? വലത്തേ കൈ കൊണ്ടാ. കുടിക്കലോ അതങ്ങനെയാണ്. ഒരു കല്യാണത്തിന് പോയിട്ട് വലത്തേ കൈ കൊണ്ട് തന്നെ തിന്നുകയും വലത്തേ കൈ കൊണ്ട് തന്നെ കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ? ഹോട്ടലിൽ പോയാൽ പോരെ സഹോദരന്മാരെ, അങ്ങനെയാണ് ഇടത്തെ കൈ കൊണ്ട് കുടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞു, നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത്. പ്രവാചകൻ പറഞ്ഞു, സഹോദര, നീ വലത്തെ കൈ കൊണ്ട് കുടിക്കണം, തിന്നണം, ഭക്ഷിക്കണം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന്. നമ്മൾ ചിന്തിച്ചു നോക്കട്ടെ, പിന്നെ അയാളുടെ വലത്തെ കൈ പൊക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ചിന്തിക്കേണ്ടതില്ല സഹോദരന്മാരെ. അതൊരു പ്രവാചകന്റെ സുന്നത്തല്ലേ എന്നും പറഞ്ഞിട്ട് തട്ടുകയാണ് നമ്മൾ വേണ്ടത്? സുന്നത്തിനോടുള്ള പുച്ഛമായ മനോഭാവം ഉണ്ടാകുകയാണ് വേണ്ടത്? അതല്ലല്ലോ വേണ്ടത്. സുന്നത്തിനോടുള്ള ഒരു സ്നേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീരുന്ന സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ തുസ്ല അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. ഖുർആനിലെ 31 അധ്യായം സൂറത്തുൽ ലുഖ്മാനിന്റെ 7-ാമത്തെ വചനമാണ്. അവർക്ക് ആയത്ത് ഓതിക്കൊടുത്താൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഓതിക്കൊടുത്തു കഴിഞ്ഞാൽ വല്ലാ മുസ്തക്ബിറ, അവർ അഹങ്കാരത്തോടു കൂടി തിരിഞ്ഞു കളയുന്ന, എന്തു സുന്നത്തോടോ എന്ത് ആയത്തോടോ എന്നും പറഞ്ഞ് അവരെന്ത് ചെയ്യും? മാറി നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിരലുകൾ എന്ത് ചെയ്യും? അവരുടെ ചെവിയിലേക്ക് കയറ്റും. എന്നിട്ട് ഞാനൊന്നും കേട്ടിട്ടില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് അവരെന്ത് ചെയ്യും? മാറുമെന്നും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം എന്ത് ചെയ്യും? ശ്രദ്ധിക്കണം. ഇല്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല. 5-ാമത്തെ വിഷയം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്ന ആളുകൾ. അത്തരം ആളുകൾ എന്തില്ല? പടച്ചോൻ അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കൂല. റബ്ബിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന, റബ്ബിന്റെ മാർഗത്തിൽ നടക്കുന്ന ആളുകൾ ആ മാർഗത്തെ തൊട്ട് ആരെങ്കിലും തടയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. അവരെ തടയുകയാണെങ്കിൽ അത് ആരായിരുന്നോട്ടെ, അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കില്ല. അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് അദല്ല അഅമാലഹും. വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, അവർ അവിശ്വസിക്കുകയും അതേപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നടക്കുന്ന ആളുകളെ തടയുകയും ചെയ്ത ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ എന്തില്ല? അല്ലാഹു സ്വീകരിക്കില്ല. നന്മ ചെയ്യുന്ന ആളുകളെ തടയരുത് സഹോദരന്മാരെ. തിന്മ ചെയ്യുന്ന വ്യക്തികളെ നാം തടഞ്ഞു നിർത്തണം. സഹോദര, ചെയ്യരുതത്. നന്മ ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരെന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ, പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കേണ്ടതില്ല സുബഹി 2 റക്അത്ത് നിസ്കരിച്ച് പഠിച്ചത് സ്വീകരിക്കുമായിരിക്കും, എന്ന് സ്വീകരിച്ചോട്ടെ എന്നല്ല വിചാരിക്കേണ്ടത്. പഠിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ,
പടച്ചോൻ ഇത് സ്വീകരിക്കണമേ. ആരാ പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു പറഞ്ഞിട്ടാണ് കഅബാലയം പുനർനിർമ്മിച്ചത്. നമ്മൾ ചിന്തിക്കണം. മകനെയും കൂട്ടിക്കൊണ്ടെന്തെയാണ് കഅബാലയം പുനർനിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. കഠിനാധ്വാനം ചെയ്ത് കഅബ പുനർനിർമ്മിച്ചതിന് ശേഷം അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചില്ലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹു ഇത് സ്വീകരിക്കണേ അല്ലേ? അള്ളാഹു നേരിട്ട് പറഞ്ഞിട്ട് പണിയെടുത്തിട്ടെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കാണ്, പടച്ചോനെ സ്വീകരിക്കണേ, പടച്ചോനെ നീ സ്വീകരിക്കണമേ. ചിന്തിച്ചു നോക്കിയട്ടെ. അപ്പൊ നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കേണ്ടി വരുമോ സഹോദരന്മാരെ? നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ നമുക്കറിയാലോ, ഇനി റമദാൻ നമ്മുടെ മുമ്പിലേക്ക് വരാൻ ഏകദേശം ഒരു 3-4 മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എത്ര പെട്ടെന്നാണ് റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത്. മുൻഗാമികളായിട്ടുള്ള ആളുകൾ റമദാന് കഴിഞ്ഞാൽ 6 മാസക്കാലം അവർ എന്ത് ചെയ്യും? ആ റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. റമദാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് പടച്ചോനെ റമദാനിലേക്ക് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തേ കാരണം എന്നറിയും? നന്മ ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരം പടച്ചോൻ തരണേ. അവർക്ക് പേടിയായിരുന്നു സഹോദരന്മാരെ. നന്മ എങ്ങാനും ചെയ്തിട്ട് അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മുടെ മുൻഗാമികളൊക്കെ. അതുകൊണ്ട് കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം നന്നായിത്തീരണം, അള്ളാഹുമായുള്ള അടുപ്പുണ്ടായിത്തീരണം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ആയത്തിനോടുള്ള സമീപനം നാം നന്നാക്കി തീർക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും സഞ്ചരിക്കണം. റിയാ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നാം ശ്രമിക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യുന്ന നന്മ ചെയ്യുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മുടെ ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് നിസ്കാരമാണ്. നിസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങളും പഠിപ്പിക്കുന്നതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു വിഷയം, നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്താണ്. ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂ ആണ്. റബ്ബുമായി കൂടുതൽ അടുക്കാനുള്ള അവസരങ്ങളാണ് നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ശാന്തതയോടുകൂടി വരണം. എത്ര നല്ല വാക്കാണെന്നറിയത്. ഓടിക്കിതച്ചിട്ടല്ല നിങ്ങൾ വരേണ്ടത്. വളരെ സാവകാശം ശാന്തതയോടുകൂടി വന്ന് നിങ്ങൾ സ്വഫിലേക്ക് നിൽക്കണമെന്ന് പഠിപ്പിച്ചു. നിങ്ങൾക്ക് റക്അത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടാത്ത റക്അത്തുകൾ നിങ്ങൾ പൂർത്തീകരിക്കുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബിമാരെ നിസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിൽക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കും, അവർ സ്വഫുകൾ നന്നാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് ഗൗരവമില്ലാത്തൊരു വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടവരല്ലേ സഹോദരന്മാരെ? അതൊക്കെ ചെറിയൊരു കാര്യമില്ലെന്ന് പറഞ്ഞ് തട്ടാൻ പാടുണ്ടോ? പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, സവ്വൂ സുഫൂഫക്കും ഫഇന്ന തസ്വിയത സഫി മിൻ തമാമിസ് സ്വലാത്ത്. നിങ്ങൾ നിങ്ങളുടെ സ്വഫുകൾ ശരിപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്, നന്നാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഫ് നന്നാക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? തൻ്റെ വടി കൊണ്ടിങ്ങനെ കുത്തും നന്നാക്കാൻ വേണ്ടി. എന്തേ? നിങ്ങളുടെ സ്വഫുകൾക്കിടയിൽ വിടവുണ്ടാക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇസ്തൗ വലാ തഖ്തലിഫു. നിങ്ങൾ എന്ത് ചെയ്യരുത്? പരസ്പരം വിടവുണ്ടാക്കരുത്, ഭിന്നിക്കരുത് എന്ന് പഠിപ്പിച്ചു. നിങ്ങൾ സ്വഫുകൾക്കിടയിൽ ഭിന്നിച്ചാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യും? ഭിന്നിച്ചു പോകുന്ന പഠിപ്പിച്ചത്. എന്തേ പഠിപ്പിക്കാൻ കാരണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും ഏറ്റവും സുന്ദരനായിരിക്കുന്ന സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിനെയും അതേപോലെ തന്നെ കാണാൻ വലിയ ചൊറുക്കൊന്നുമില്ലാത്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹുവിനെയും ഒരേ സ്വഫിൽ നിർത്തി സ്വഫൊക്കെ നന്നാക്കിച്ചു. നോക്കിയട്ടെ, ഐറ്റമില്ല അവിടെ. കറുത്തവനെന്നോ വെളുത്തവനെന്നോ ചുവന്നവനെന്നോ ഇല്ല. ഒരേ സ്വഫിൽ നിർത്തിക്കൊണ്ട് നന്നാക്കാൻ വേണ്ടി പഠിപ്പിച്ചു.
സഫുകൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ കാലുമായി അടുപ്പിച്ച് വിടവുണ്ടാക്കരുത് എന്ന് പഠിപ്പിച്ചു. എന്തേ കാരണം എന്ന് വെച്ചാൽ തമാമസ്വലാത്ത്, നിസ്കാരത്തിന്റെ പൂർത്തീകരണമാണെന്ന്. എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. പലപ്പോഴും ജുമാ നമസ്കാരത്തിന്റെ സമയത്ത് സഫു ശരിയാക്കാൻ വേണ്ടി പറയും. പല ആളുകളും ശരിയാക്കും, പക്ഷെ ചില ആളുകൾക്ക് എന്താണ് തോന്നുകയാണ് അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ തോന്നരുത് സഹോദരന്മാരെ. തൻ്റെ സഹോദരന്റെ ഇടത്തും വലത്തുമുള്ള സഹോദരന്റെ കാലുമായി ചേർന്ന് സഫുകൾക്കിടയിൽ വിടവില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ അങ്ങനെ നിസ്കരിച്ചു നോക്കിയാട്ടെ, നമ്മുടെ നിസ്കാരത്തിൽ വളരെയധികം ഖുശൂ ഉണ്ടായിത്തീരും, സംശയമില്ല. എന്തുകൊണ്ടാണ്? അത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാ, അത് അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, വേറെ ആരും പഠിപ്പിച്ചതല്ല. എങ്ങനെ പഠിപ്പിച്ചു? വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചതാണ് സഫ് ശരിയാക്കണം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിലും നമ്മൾ സഫിന്റെ വിഷയം എന്ത് ചെയ്യണം? ഗൗരവത്തിൽ കാണണം. അതൊരു ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് തട്ടിമാറ്റുന്ന ഒരു അവസ്ഥകൾ സഹോദരന്മാരെ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ആർക്കെങ്കിലും സഫ് ശരിയാക്കുന്ന കൂട്ടത്ത് പ്രവാചകൻ പറഞ്ഞില്ല അടുപ്പിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് ചിലക്കുന്നുണ്ടാവില്ല. സഫ് അടുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ കാലിന് തട്ടുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടാവും, തോന്നും. അത് സത്യത്തിൽ തൻ്റെ സഹോദരനോടുള്ള പ്രയാസമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, മറിച്ച് മനസ്സിലുള്ള ചൊറിച്ചിലാണ്. അവരും പടച്ചോനും അതുപോലെ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, വളരെ സ്നേഹത്തോടു കൂടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. സഹോദര, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് നീ അങ്ങനെ അതിനെ തട്ടിമാറ്റല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. പ്രവാചകന്റെ അധ്യാപനം എങ്ങനെയായിരുന്നു? ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ പ്രവാചകൻ അടുത്ത് വെച്ചുകൊണ്ട് വിളിച്ച് ഉപദേശിക്കുമായിരുന്നു, അല്ലേ? വ്യഭിചരിക്കാൻ വേണ്ടി റസൂലിനോ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലേ ഒരാൾ വന്നിട്ട് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വ്യഭിചരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളാ ചോദിച്ചതെങ്കിലും നമ്മളോടാ പറഞ്ഞതെങ്കിലും നമ്മൾ അടിക്കൂല സഹോദരന്മാരെ. ലോകത്തിന്റെ ഗുരുനാഥൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ മാതൃകയാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറെ ക്ഷമിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയാണ്, ശരി, നീ വ്യഭിചരിക്കുന്ന, നിനക്ക് പെങ്ങളില്ലേ, ഉമ്മയില്ലേ, സഹോദരിയില്ലേ, ഭാര്യയില്ലേ? ഉണ്ട്. പക്ഷേ അവരെ ആരെങ്കിലും വ്യഭിചരിക്കുന്ന നീ ഇഷ്ടപ്പെടുമോ? ഇല്ല. അതേപോലെ നീ വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, മറ്റുള്ളവന്റെ ഭാര്യയോ ഉമ്മയോ സഹോദരിയായിരിക്കും. നിർത്തി. ആ മനുഷ്യൻ പറഞ്ഞില്ല, റസൂലേ ഇനി ഞാൻ അങ്ങനെ ആഗ്രഹിക്കില്ല. അതാണ് ഹിക്മത്ത് സഹോദരന്മാരെ. ചീത്ത പറയാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തപ്പോൾ അയാൾക്ക് മനസ്സിലായി. ഇത് ഞാൻ പറയാനുള്ള കാരണം സഹോദരന്മാരെ, ഇതേപോലെ ഓരോ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സുന്നത്തിനെ കൊച്ചാക്കാതെ അള്ളാഹുവിന്റെ ആയത്തിനെ ശരിക്കും മുറുക്കെ പിടിച്ച് നല്ലവരായി ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നാം പരിശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെയുള്ള സൗഭാഗ്യമുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. സകലമായ തിന്മയിൽ നിന്നും മാറി നല്ലൊരു ജീവിതം നയിക്കുവാൻ അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും അല്ലാഹു ഞങ്ങളിൽ നിന്ന് റിയാ ഇല്ലാത്ത രീതിയിൽ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഓരോ തിന്മകളും അല്ലാഹുവേ ഇനി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ അത് മുഴുവനും പുറത്തു മാപ്പാക്കി തീർക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിന്ന് രോഗിയായി കിടക്കുന്ന എത്രയോ ആളുകൾ അല്ലാഹുവേ നീ അവർക്ക് ആരോഗ്യം നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹുവേ അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹം ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.